ചിക്കൻ കറി ഉണ്ടാക്കാൻ പോവാം. നമുക്ക് ഉണ്ടാക്കിയാലോ? എന്നാൽ പിന്നെ നമുക്ക് പരിപാടി തുടങ്ങിയാലോ. ഞാൻ ഇവിടെ നെയ്ച്ചോറിനും ചിക്കൻ കറിക്കും വേണ്ട എല്ലാ സാധനങ്ങളും മുറിച്ച് വെച്ചിട്ടുണ്ട്. അതാകുമ്പോൾ നമ്മൾ പണി എളുപ്പമാവുമല്ലോ. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ വിചാരിച്ചു ചിക്കൻ കറിക്കുള്ള മസാല ഉണ്ടാക്കാമെന്ന്. എനിക്ക് ഈ ചിക്കൻ കറിയിൽ തേങ്ങാക്കൊത്തൊക്കെ ഇട്ടത് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ കുറച്ചധികം തേങ്ങ ഇട്ടിട്ടുണ്ട്. എന്നിട്ട് അതൊന്ന് ബ്രൗൺ കളറായി വരുമ്പോൾ അതിലേക്ക് വെളുത്തുള്ളി, ഇഞ്ചിയും പച്ചമുളകും കൂടി അരച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ഉള്ളിയും തക്കാളിയും കൂടിയും ഉപ്പും കൂടി ഇട്ടിട്ടൊന്ന് വഴറ്റി എടുക്കുന്നുണ്ട്. അതവിടെ വെച്ചിട്ട് പിന്നെ ഞാൻ വിചാരിച്ചു ചിക്കൻ ഒന്ന് വേപ്പിച്ചെടുക്കാം. അങ്ങനെ 1 2 3 വിസിൽ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ചിക്കൻ അവിടെ വെന്തിട്ടുണ്ട്. പിന്നെ അപ്പുറം നമ്മുടെ ഉള്ളി അടിപൊളിയായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഉപ്പും മുളക് പൊടിയും ഗരം മസാലയും ചിക്കൻ മസാലയും കിട്ടുന്ന എല്ലാ മസാലയും കൂടി ഇട്ട് നന്നായിട്ട് ഇളക്കുക. പിന്നെ നമ്മുടെ വെന്ത് വന്ന ചിക്കനും കൂടി ഇട്ടിട്ട് ഇളക്കി കൊടുക്കുക. പിന്നെ ഞാൻ ഇവിടെ കുറച്ച് തേങ്ങാപ്പാലും കൂടി പാർന്നു കൊടുക്കുന്നുണ്ട്. പിന്നെ അതൊന്ന് കുറുകി വന്നിട്ട് ഞാൻ പിന്നെ അതിൻ്റെ മേലെ കുറച്ച് മല്ലിച്ചപ്പും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ചിക്കൻ കറി അവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് റൈസ് ഉണ്ടാക്കിയാൽ മതി. അപ്പം ഞാൻ കുക്കറിൽ കുറച്ച് നെയ്യും വെളിച്ചെണ്ണയും പിന്നെ നമ്മുടെ സ്പൈസസും കുറച്ച് ക്യാരറ്റും ഉള്ളിയും കൂടി ഇട്ടൊന്ന് ഇളക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ റൈസും അതിന് വേണ്ട വെള്ളവും കൂടിയും പാർന്നിട്ട് ഒന്ന് ഇളക്കി ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് ഒന്ന് അടച്ച് വെക്കുന്നുണ്ട്. അങ്ങനെ ഇതാ 2 3 വിസിലടിയുമ്പോഴത്തേക്ക് നമ്മുടെ റൈസ് ഇവിടെ റെഡി ആവുക. അപ്പോൾ ഇത് നമ്മുടെ നെയ്ച്ചോറും ചിക്കൻ കറിയും സൈഡിലെ ചമ്മന്തിയും കച്ചമ്പറും ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എന്നാൽ പിന്നെ ഞങ്ങളിനി കഴിക്കട്ടെ. നിങ്ങളെന്താണെന്ന് ട്രൈ ചെയ്ത് നോക്ക്. അപ്പം എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പം ഇത്രയേ ഉള്ളൂ. ബായ്.